ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. നമ്മൾ കുറച്ച് എള്ളുണ്ട ഉണ്ടാക്കിയെടുത്താലോ. ഞാൻ കുറച്ച് കറുത്ത എള്ള്, ബ്ലാക്ക് എള്ള് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു 300 ഗ്രാമുണ്ട്. നമുക്കൊന്ന് വറുക്കാം. നല്ലോണം വറന്ന് വരും, ഇങ്ങനെ പൊട്ടി വരും. അന്നേരം നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ അത് പൊട്ടി വന്ന് നല്ലോണം വറന്ന് വന്നിട്ടുണ്ട്. നമുക്കൊരു നുള്ളി നല്ല ജീരകം കൊടുക്കാം. ഒരു നുള്ളി പെരുംജീരകം ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ളി നല്ല ജീരകം ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് വറുത്ത് വെച്ച എള്ള് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അധികം പൊടിയേണ്ട ആവശ്യമില്ല. ഒന്നിങ്ങനെ ഫ്രഷായി, അധികം പൊടിയാണ്ട് ചതക്കിയെടുക്കും. അതുപോലെ ഒന്ന് ചതങ്ങി വന്നാൽ മതി. ഇത് കുറച്ചെടുക്കാം. കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിൽ വെച്ചിട്ട് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കാനുണ്ട്. പൊടിച്ച് ചേർക്കാം, പക്ഷെ അത് നമുക്ക് ഉണ്ട കിട്ടാൻ കുറച്ച് പ്രയാസം. ഇതാകുമ്പോൾ നമ്മൾ ഉരുക്കിയിട്ട് അതിൽ എള്ളിട്ടിട്ട് നന്നായി ഒന്നും ചേർത്തെടുത്താൽ മതി. 3 കഷ്ണം ശർക്കര ഇട്ട് വെച്ചിട്ടുണ്ട്. ഉരുക്കിയെടുത്ത് ഞാൻ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊന്ന് അരിച്ചെടുത്തതാണ്. വല്ല മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ വെച്ചിട്ട് ഇതിൽ മണ്ണൊന്നും കണ്ടില്ല. നമുക്ക് എള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഒന്ന് ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് വരട്ടി പൊളിച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് ഇളം ചൂട് വെച്ചിട്ട് നമുക്ക് ഉണ്ടുണ്ടാക്കിയെടുക്കാം. എല്ലാം ചേർത്തെടുക്കാം. കുറച്ച് സമയം ഒന്ന് അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ, കാരണം ഇതൊക്കെ ഇതിൽ ഇളകി ചേരാൻ വേണ്ടിയിട്ടാണ്. ശർക്കര ഒക്കെ എന്നിട്ട് നമുക്ക് ഒരു ഇളങ്ങി ചൂട് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചെറിയ തീ വെച്ച് കൊടുത്താൽ മതി. ഇതേമാതിരി ചെറിയ തീ വെച്ച് കൊടുത്താൽ, സിമ്മിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി. നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ട് നമുക്ക് നുള്ള ചുക്കിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അധികം ചൂടാറരുത്. കുറച്ച് നമ്മൾ കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ചൂടായാൽ നമുക്ക് ഉണ്ടുണ്ടാക്കിയെടുക്കാം. ചൂടാറിയാൽ പിന്നെ നമുക്ക് ഉണ്ടായിട്ട് കിട്ടില്ല. പിന്നെ നമ്മളെ കൈമ വെള്ളമൊക്കെ ചേർക്കേണ്ടി വരും. ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് നമുക്ക് ഉണ്ടുണ്ടാക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോളായിട്ട് ഇങ്ങനെ എടുക്കാം. ഇപ്പോൾ കുറച്ച് ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. നല്ല ചൂടാറിയിട്ടുണ്ട് കണ്ടോ. അത് പിന്നെ നമ്മൾ കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല. അതാണ് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ആ ഒരു പരുവായാൽ നമുക്കിങ്ങനെ ഉണ്ടുണ്ടാക്കിയെടുക്കാം. അതുപോലെ ചെറിയ ചെറിയതോ വലിയതോ ഏത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ നമുക്ക് ചായക്കൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നല്ലതല്ലേ, ഹീമോഗ്ലോബിൻ കുറഞ്ഞവർക്കൊക്കെ നല്ലതായുള്ളത്. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുത്താൽ മതി. നമുക്കിത് ഫുള്ളും ഇങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാം.
നമ്മൾ എള്ളുണ്ടൊക്കെ റെഡിയാക്കി കുറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു എള്ളുണ്ട ഉണ്ടാക്കി വയ്ക്കാം. വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഇത് പുറത്ത് തന്നെ വെച്ചാൽ മതി, ഒന്നും ആവില്ല, കേടാവൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കുറച്ചും കൂടി നന്നായി ഒരു ഉറക്കും, നല്ല ഉറപ്പുണ്ടാവും. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. ഷെയർ ചെയ്ത് കൊടുക്കണേ.